നിനക്കെന്താ കുഴപ്പം? രണ്ട് നോർമൽ ഡെലിവറി ഇല്ലായിരുന്നോ? നോർമൽ ഡെലിവറി അല്ല, സുഖപ്രസവമായിരുന്നല്ലോ. ഇങ്ങനെ പറയാൻ കുറേ പേരുണ്ട്. ഈ പറയുന്ന സുഖപ്രസവം അനുഭവിച്ചവർക്ക് മാത്രമേ എന്തോ ഒരു സുഖമുണ്ടായിരുന്നെന്ന് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ പറയുന്നവർക്ക് അങ്ങനെ പറഞ്ഞിട്ടേയിരിക്കാം. 2024 എനിക്ക് ആദ്യത്തെ കുഞ്ഞുമായി ഉണ്ടാകുന്നത്. എനിക്ക് ഷുഗറോ പ്രഷറോ തൈറോയിഡോ അങ്ങനെ യാതൊരു കുഴപ്പമില്ല, കാലിൽ നീര് പോലും ഇല്ലായിരുന്നു. പക്ഷേ 8ാം മാസത്തിലെ സ്കാനിങ്ങിൽ എനിക്ക് ഫ്ലൂയിഡ് കുറവാണെന്നറിയുകയും 8 മാസം വരെ ഞാൻ ജോലിക്ക് പോയതാണ്. പിന്നെ നേരെ ഫ്ലൂയിഡ് കുറഞ്ഞെന്നറിഞ്ഞുകൂടെ ആശുപത്രി ഒരാഴ്ച അഡ്മിറ്റ് ആവുകയും അതിനുള്ള മരുന്നുകളൊക്കെ ചെയ്തെങ്കിൽ 8.5 മാസത്തിൽ എനിക്ക് രാവിലെ ഒരു പെയിൻ, നോർമൽ വെളുപ്പിനെ ആയപ്പോൾ ഒരു പെയിൻ വന്നു. അങ്ങനെ 8.5 മാസത്തിൽ എൻ്റെ കുഞ്ഞാവ ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ അവർക്ക് നേരെ ചെന്ന് കുഞ്ഞാവ ഉണ്ടായി. അങ്ങനെയല്ല, ഇതിന് നല്ല പ്രൊസീജിയർ ഉണ്ടായിരുന്നു. വെളുപ്പിനെ 2:30 തുടങ്ങിയ പെയിൻ. ആദ്യം നമുക്ക് എന്താണ് ആ പെയിൻ, എന്തുകൊണ്ടാണ് ആ പെയിൻ വന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഇത് പ്രഗ്നൻസിയുടെ പെയിനാണെന്ന് തോന്നുന്നു. അങ്ങനെ 5 മണി വരെ നോക്കി. നമ്മൾ 5 മണിയായപ്പോൾ വെളുപ്പിന് 5 മണിക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോഴും അവർ PV ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല. അവർ പെയിൻ കുറയ്ക്കാൻ വേണ്ടി, കാരണം 8.5 മാസത്തിലുള്ള പെയിൻ കുറയ്ക്കാൻ വേണ്ടി പല മരുന്നുകളും ഇഞ്ചെക്ട് ചെയ്തു, ട്രിപ്പ് ഇട്ടു. ഇതിലൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഉച്ചവരെ ഞാൻ ആ പെയിനും സഹിച്ച് അവിടെ കിടക്കുകയും ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ പെയിൻ കൂടാൻ തുടങ്ങി. പിന്നെ ഡോക്ടർ വന്ന് നേരെ ലേബർ റൂമിലേക്ക് കയറ്റുകയും ചെയ്തത്. അപ്പോൾ ലേബർ റൂമിൽ കയറ്റിയപ്പോഴേ തന്നെ കുഞ്ഞാവ ഉണ്ടായോ? അതുമില്ല. അങ്ങനെ ഉണ്ടാകാറില്ല. ഇനി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അവിടെയും കിടന്ന് കുറേ നേരം അങ്ങനെ കിടന്നു. അപ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ആ ഒരു ടൈം ആയപ്പം 2 ലേഡീസ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ പെയിനും കണ്ട് ഞാൻ എൻ്റെ പെയിനും അനുഭവിച്ച് അങ്ങനെ അങ്ങ് കിടന്നു. അങ്ങനെ എല്ലാവരുടെ ഡെലിവറിയും കഴിഞ്ഞു. ഞാൻ ഈ വേദന തന്നെയും പിന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 8 മണിയായപ്പോൾ ഫ്ലൂയിഡും പൊടിച്ചു. എന്നിട്ടും ഒരു രക്ഷയില്ല. പിന്നെ എന്നെ ഒന്ന് മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ലേബർ റൂമിൽ ആരും ഇല്ലാഞ്ഞത് കൊണ്ടാണ് തോന്നുന്നു എൻ്റെ അമ്മയും അനിയും കൂടി ഒന്ന് ആ ലേബർ റൂമിലേക്ക് കയറ്റുകയാണ് ചെയ്തത്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി ഒരു 9-10 കൂടിയാണ് എൻ്റെ കുഞ്ഞാവ് വന്നത്. ഇനി കുഞ്ഞാവ് വന്നപ്പോഴോ അവന് 340 വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പ്രീ ടൈം ഡെലിവറിയും കൂടി ആയതുകൊണ്ട് നേരെ എന്നെ കാണിച്ചിട്ട് അവർ NICUയിലേക്ക് കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾക്ക് ആ കുഞ്ഞുവാവേനെ കയ്യിൽ കിട്ടുന്നത് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട്. ഇതുപോലെ ഓരോ അമ്മമാർക്കും നോർമൽ ഡെലിവറിക്ക് ഓരോ തരത്തിലുള്ള സ്റ്റോറികളാണ് ഉള്ളത്. അതുകൊണ്ട് അതിന് സുഖപ്രസവം എന്നും പറഞ്ഞാൽ ആരും കാണരുത്. അത്ര സുഖമൊന്നുമല്ല.